ഞാൻ +1 പഠിക്കുന്ന സമയം സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വാപ്പാലയിൽ ജീപ്പിറങ്ങി വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും മനീഷ ചേച്ചിയും കൂടി ഒരു ചർച്ച. ആ ചർച്ചയിലാണ് ഞാൻ സന്തോഷണ്ണൻ്റെ പേര് ആദ്യമായി കേൾക്കുന്നത്. മനീഷ ചേച്ചിക്കൊരു കല്യാണാലോചന നമ്മുടെ രാജേന്ദ്രണ്ണൻ്റെ കെയർ ഓഫിൽ നമ്മുടെ അച്ചായൻ കൊണ്ടുവന്നതാണ് ഈ കല്യാണാലോചന. ഇതിന് ചുക്കാൻ പിടിക്കാൻ ഞങ്ങളുടെ ബാബുവണ്ണനും ഷീബ ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുക്കാനായി ഞാനും യൂണിഫോം ഒന്നും അഴിച്ചിടാതെ തറയിൽ തന്നെ ഇരുന്നു. എനിക്ക് വലിയ ആവേശമായിരുന്നു. എന്തിനായിരുന്നെന്നോ, എൻ്റെ ചേച്ചിയുടെ കല്യാണമാണല്ലേ, എൻ്റെ കൂട്ടുകാരെ എല്ലാം കല്യാണം വിളിക്കണം, ആ ഒരു ദുരുദ്ദേശം മാത്രമായിരുന്നു മനസ്സിൽ. മനീഷ ചേച്ചി ഒന്നും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആവേശത്തോടെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയത് ഞാൻ തന്നെയാണ്. അച്ഛനും അമ്മയും ഗൾഫുകാരനായ സന്തോഷണ്ണനെ പറ്റിയിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചെറുക്കൻ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മ കേട്ട പാതി കേൾക്കാത്ത പാതി പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു. ഈ ഞായറാഴ്ച തന്നെ പെണ്ണ് കാണാൻ വരണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു ചർച്ചയ്ക്കൊടുവിൽ ഈ ഞായറാഴ്ച പെണ്ണ് കാണാൻ വരട്ടെ എന്ന് തന്നെ തീരുമാനിച്ചു. സന്തോഷണ്ണൻ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. സന്തോഷണ്ണൻ്റെ ചേട്ടൻ കമലണ്ണനും വീണ ചേച്ചിയും പിന്നെ അജിത്തണ്ണനും കൂടിയാണ് വന്നത്. ചായ കൊണ്ടുപോയ മനീഷ് ചേച്ചിയുടെ പുറകിൽ നിന്ന് ഞാനും സന്തോഷണ്ണനെ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നപ്പോഴാണ് കല്യാണ കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴെല്ലാം ഞാൻ സന്തോഷണ്ണനെ തന്നെ നോക്കുകയാണ്. സന്തോഷണ്ണൻ എന്തൊക്കെയാണ് പ്രത്യേകതയെന്ന് അന്ന് ഞാൻ കണ്ടെത്തി. സന്തോഷണ്ണൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണ്. നിരയത്ത പല്ലുകളാണ് സന്തോഷണ്ണന്. അങ്ങനെ അവർ പറയുന്ന പല കാര്യങ്ങളും കേട്ട് അതെയോ എന്ന് തലയാട്ടിയൊക്കെ ഞാൻ അവിടെ തന്നെ നിന്നു. പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മനീഷ് ചേച്ചിയുടെ പറഞ്ഞു, ചേച്ചി ആ അണ്ണൻ്റെ പല്ല് കാണാൻ സൂപ്പറാണ്, ചേച്ചി ആ അണ്ണനെ തന്നെ കല്യാണം കഴിക്കുന്നു. എനിക്ക് സന്തോഷണ്ണനോട് പ്രത്യേക സ്നേഹമൊന്നും തോന്നിയിട്ടല്ല. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, മനീഷ് ചേച്ചിയുടെ കല്യാണം ഇപ്പോൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൂട്ടുകാരെ എല്ലാം വിളിക്കുക, ആഘോഷമാക്കുക എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. മനീഷ ചേച്ചിയുടെ മനസ്സിൽ എന്തായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സന്തോഷണ്ണനുമായിട്ടുള്ള കല്യാണം നടത്തണമെന്ന് എനിക്കെന്തോ വാശിയായിരുന്നു. എൻ്റെ ആ തീരുമാനം ഒട്ടും തെറ്റല്ലായിരുന്നു. സന്തോഷണ്ണൻ അത്രമാത്രം നല്ല ഒരാളായിരുന്നു. എൻ്റെ ചേച്ചിക്ക് ഇതിലും നല്ല ഒരാളെ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല. പണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷണ്ണൻ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നു, ഞാൻ നിൻ്റെ ചേച്ചിയെ അങ്ങോട്ട് കൊണ്ടുപോയതൊന്നുമല്ല, ഞാനും കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാളായിട്ട് വന്നതാണ്. അത് ശരി തന്നെയായിരുന്നു. കാരണം എൻ്റെ സന്തോഷണ്ണൻ എൻ്റെ ചേച്ചിയെ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് പറിച്ചു കൊണ്ട് പോയിട്ടേയില്ല. സന്തോഷണ്ണൻ എപ്പോഴും ഞങ്ങളിലൊരാളായിരുന്നു. ഞാൻ LLBക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിലിരുന്ന് എൻ്റെ മനീഷ ചേച്ചിയെ പറ്റിയും സന്തോഷണ്ണനെ പറ്റിയും പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ മറ്റൊരാളോട് കളിയാക്കി പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അവൾക്ക് മാത്രമല്ലേ ഉള്ളൂ സന്തോഷണ്ണനും മനീഷ ചേച്ചിയെന്ന്. സത്യമാണ്, എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സന്തോഷണ്ണനും മനീഷ ചേച്ചിയും. എന്നെ അത്രത്തോളം എന്നെ ഒരു അനുജത്തിയെ പോലെയൊന്നുമല്ല. ജിത്തുവിനെ എങ്ങനെയാണ് കണ്ടത് അതുപോലെ തന്നെയാണ് സന്തോഷണ്ണൻ എന്നെയും കാണുന്നത്. എൻ്റെ കുഞ്ഞു കുഞ്ഞു വാശികളും ദേഷ്യങ്ങളും ഒക്കെ കാണുമ്പോഴും എടീ ഇവളെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന സന്തോഷണ്ണനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരുമാനം ഞാൻ എങ്ങനെ എടുക്കും എന്ന് അറിയാതെ നിന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോയി ചോദിച്ചതും സന്തോഷണ്ണനോട് തന്നെയാണ്. എനിക്ക് അന്ന് ഏറ്റവും നല്ലൊരു മറുപടി പറഞ്ഞു തന്നതും സന്തോഷണ്ണനാണ്. എൻ്റെ ദേവ ജനിച്ചതും സന്തോഷണ്ണൻ ജനിച്ച അതേ ദിവസം തന്നെയായിരുന്നു. ചിങ്ങം 1 ഓഗസ്റ്റ് 17-ാം തീയതി. ദേവയുടെ ജനന ദിവസം എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ്റെയും ചേച്ചിയുടെയും ദേവയുടെയും നാളെന്നാണ് സന്തോഷണ്ണൻ്റെയും ദേവയുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണുള്ളത് എന്ന്. പക്ഷേ ഇപ്പോൾ ആ ദിവസം എനിക്ക് ഒരുപാട് വേദനയാണ്. എൻ്റെ ദേവയുടെ ജന്മദിവസം ഞാൻ സങ്കടത്തോടെ ഓർക്കുന്ന ഒരാളാണ് സന്തോഷണ്ണൻ. ഇന്ന് മാർച്ച് 7 സന്തോഷണ്ണൻ ഞങ്ങളെ വിട്ടു പോയ ദിവസം. ഒരാളുടെ വേർപാടിന്
ഇത്രത്തോളം വേദന തരാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസം. ഇന്നിത് പറഞ്ഞിടണമോ വേണ്ടയോ എന്നൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു. എല്ലാവർക്കും ഒരുപാട് സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു സന്തോഷണ്ണൻ. മനീഷ് ചേച്ചിയുടെ ബർത്ത്ഡേക്കും വെഡ്ഡിങ് ആനിവേഴ്സറിക്കും എല്ലാം ഓർത്ത് വെച്ച് ഗിഫ്റ്റ് കൊടുക്കുന്ന സന്തോഷണ്ണനെ കണ്ട് ഞാൻ ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സന്തോഷണ്ണൻ എങ്ങനെയാണ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇത്രയും വലുതായിട്ട് സർപ്രൈസ് കൊടുക്കാൻ കഴിയുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ആ ആളെ പറ്റി ഞാൻ പറഞ്ഞിടാതിരിക്കുന്നത് വളരെ മോശമല്ലേ? ഞാൻ ഇത്രയും നാൾ ഇത്രയും ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുള്ളതല്ലേ? ഇന്നൊരു പോസ്റ്റ് ഇടണമോ വേണ്ടയോ എന്നെല്ലാം ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷേ അത് ഇടണം എന്നെനിക്ക് തോന്നി. ഇത് കേൾക്കുന്ന പലരും എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കാം, എന്നെ വഴക്ക് പറയുമായിരിക്കാം. പക്ഷേ ഈ 6 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ സന്തോഷണ്ണൻ ഞങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് സന്തോഷണ്ണനും മനീഷ ചേച്ചിയും ജിത്തുവും ഗൾഫിലാണെന്നാണ്. FBയിലെ പല പോസ്റ്റുകളും ഞാൻ കാണാറുണ്ട്. നിങ്ങൾക്ക് മരിച്ചു പോയ ഒരാൾ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതാരായിരിക്കും, അതാരാകണം എന്നൊക്കെ. എനിക്കതിനൊന്നും വേറെ ഒരു ഉത്തരവുമില്ല. എനിക്ക് ഞങ്ങളുടെ സന്തോഷണ്ണൻ തിരിച്ചു വരണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. സന്തോഷണ്ണൻ എൻ്റെ ചേച്ചിയുടെ ഭർത്താവായതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം വേദന എന്നൊന്നല്ല. സന്തോഷണ്ണനെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും സന്തോഷണ്ണൻ പ്രിയപ്പെട്ടവരായിരിക്കും. അവരെല്ലാവരും സന്തോഷണ്ണനെ ഓർക്കുന്നുണ്ടായിരിക്കും. ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ ഇത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമെന്നും ഇത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുമെന്നും ഇത്രത്തോളം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മനീഷ ചേച്ചിയുടെ സന്തോഷണ്ണനിലൂടെയാണ്. ഞാൻ എപ്പോഴും സന്തോഷണ്ണനെ പണ്ട് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അതാ മനീഷ പുരാണം തുടങ്ങാൻ പോകുന്നു എന്ന് വെച്ചാൽ സന്തോഷണ്ണന് മനീഷ ചേച്ചിയെ പറ്റി പറയാൻ 100 നാവായിരുന്നു. അത് അണ്ണൻ എല്ലായിടവും പറയുമായിരുന്നു. ഞാനിപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വർഗം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സന്തോഷണ്ണൻ അവിടെ ചെന്ന് മനീഷ ചേച്ചിക്കും ഞങ്ങൾക്കും എല്ലാം വലിയൊരു ഇൻട്രോ ഒക്കെ കൊടുത്ത് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയായിരിക്കും എന്നാണ്. കാരണം സന്തോഷണ്ണന് മനീഷ ചേച്ചിയെ പറ്റി പറയാതെ, ജിത്തുവിനെ പറ്റി പറയാതെ, ഞങ്ങളെ ഓരോരുത്തരെ പറ്റി പറയാതെ ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. സന്തോഷണ്ണ നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടായിരിക്കും. ഒരിക്കലും സന്തോഷണ്ണനെ പോലെയുള്ള ഒരു നല്ല മനുഷ്യനെ ഞങ്ങൾ ആരും മറക്കില്ല. നല്ല നല്ല ഓർമ്മകൾ മാത്രം പങ്കുവെച്ച് സന്തോഷത്തോടെ തന്നെ ഒരു പോസ്റ്റ് കാണണം എന്ന് തന്നെയായിരുന്നു ഞാനും കരുതിയത്. പക്ഷേ ഒരു കണ്ണീരോടുകൂടി അല്ലാതെ എൻ്റെ സന്തോഷണ്ണനെ പറ്റി എനിക്ക് പറയാൻ പറ്റുന്നില്ല.